എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കേരള കാർഷിക സർവകലാശാലയിലെ പല കോളേജുകളിൽ ഏറ്റവും ആദ്യം തുടങ്ങിയ കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണി, അവിടെ നിന്ന് വന്നിരിക്കുന്ന ശാസ്ത്രജ്ഞരാണ് നമ്മൾ. ഞാൻ ഡോക്ടർ ജേക്കബ് ജോൺ, അവിടുത്തെ ഫാക്കൽറ്റി, എൻ്റയർ അഗ്രികൾച്ചർ ഫാക്കൽറ്റിയുടെ ഡീനാണ്. അതുകൂടാതെ എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ വിജ്ഞാന വ്യാപനം നടത്തുന്ന അതിൻ്റെ മേധാവിയായിട്ടുള്ള ഡോക്ടർ അലൻ തോമസ് ആണ്. നബാർഡ് ഫണ്ട് ചെയ്തിരിക്കുന്ന സ്റ്റാർട്ടപ്സും ഇന്നൊവേഷൻ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ലോഞ്ച് പാഡ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ നബാർഡ് ഫണ്ടഡ് പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത് നമ്മളാണ്. അതിൻ്റെ PIയും കൂടാണ് അദ്ദേഹം. അസിസ്റ്റ് ചെയ്യുന്നത് ബാക്കിയുള്ളവരുണ്ട്. ഇത് ഡോക്ടർ സ്വപ്ന, ഷീസ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി. ആൻഡ് അത് കൂടാതെ നമ്മുടെ പല റാങ്കിങ്സിൽ കർഫ് റാങ്കിങ്, ISO സർട്ടിഫിക്കേഷൻ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നേതൃത്വം കൊടുക്കുന്നതാണ്. അതുകൂടാതെ നമ്മുടെ അകത്ത് തന്നെയാണെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷണൽ ഫാം ഉണ്ട്. അവിടെ നമ്മൾ കുട്ടികൾക്ക് മാത്രമല്ല ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നടീൽ വസ്തുക്കൾ, വിത്തുകൾ, ഇങ്ങനെ ഒരുപാട് സേവനങ്ങളാണെങ്കിൽ കൊടുക്കുന്നുണ്ട്. ഉൽപ്പാദന ഉപാധികൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം നേതൃത്വം വഹിക്കുന്നതാണ് ഡോക്ടർ ഉഷ സി തോമസ്, ഹെഡ് ഓഫ് ദി ഇൻസ്ട്രക്ഷണൽ ഫാം. ആൻഡ് ദിസ് ഇസ് ഡോക്ടർ ശ്രീദയ. നമ്മുടെ അവിടെ തന്നെ എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഫോർ അഗ്രികൾച്ചർ ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി ട്രാൻസ്ഫർ, വിജ്ഞാന വ്യാപനത്തിൻ്റെ തന്നെ ഒരു പ്രത്യേക മേഖല ഡയറക്ടറേറ്റ് ഓഫ് എക്സ്റ്റൻഷൻ്റെ കീഴിൽ വരുന്നതാണ്. അതിൻ്റെ മേധാവിയാണ് ഡോക്ടർ ശ്രീദയ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങളെല്ലാവരും വന്നതിനാണെങ്കിൽ ഞാൻ ഏറ്റവും അധികം നിങ്ങളെ സ്വാഗതം നന്ദിയും പറയുന്നു. ഈ മീറ്റിങ്ങിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യമാണ്. കാരണം നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഒറ്റൊരു സാങ്കേതിക സർവകലാശാലയുള്ളൂ, അത് കേരള കാർഷിക സർവകലാശാല. അതിൽ തന്നെ ആദ്യമായിട്ട് 1955 തുടങ്ങിയ ഒരു കോളേജാണ് വെള്ളായണി കാർഷിക കോളേജ്. ഒരു ഹെറിറ്റേജ് ബിൽഡിംഗ്. അതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ലരിൻ ലോക്ക്, നിങ്ങൾ നെറ്റിൽ നോക്കി അറിയാം, ലരിൻ ലോക്ക് പാലസ്, അതായത് ലളിത, ഇന്ദിര, അതെന്ന് പറഞ്ഞാൽ ലോക്ക് എന്ന് പറഞ്ഞാൽ ലേക്ക്, ചുറ്റിനും ലേക്കുള്ള ഏകദേശം 250ഓളം ഹെക്ടർ വരുന്ന വലിയൊരു ക്യാമ്പസാണിത്. അവിടെ അനേകം ആളുകളാണെങ്കിൽ വരുന്നുണ്ട്. നമുക്കവിടെ പല രീതിയിലുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അഗ്രികൾച്ചറിൻ്റെ അണ്ടർ ഗ്രാജുവേറ്റ് BSc അഗ്രികൾച്ചർ എൻട്രൻസ് വഴി വരുന്ന പിള്ളേരുണ്ട്. പിന്നെ അതുകൂടാതെ MScയുടെ ഉണ്ട്, PhD ഉണ്ട്, ഡിപ്ലോമ കോഴ്സുകളുണ്ട്, PG ഡിപ്ലോമ കോഴ്സുകളുണ്ട്. ഇവയെല്ലാം നമ്മുടെ അവിടെ നടത്തുന്നുണ്ട്. എല്ലാം അറ്റ് പ്രസൻറ്റ് ഇപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന റൈറ്റപ്പിൽ നമ്മൾ എഴുതിയിരിക്കുന്ന ഒരു വർഷം കയറുന്ന വിദ്യാർത്ഥികളുടെ എണ്ണമാണ്. ഏകദേശം 1300ഓളം വിദ്യാർത്ഥികളാണെങ്കിൽ ഇപ്പോൾ അവിടെ ആണെങ്കിലുണ്ട്. അതുകൂടാതെ ആണെങ്കിൽ 116ഓളം ശാസ്ത്രജ്ഞരുണ്ട്, 200ഓളം തൊഴിലാളികളുണ്ട്, മറ്റ് ജീവനക്കാരുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒറ്റ സംഘമായിട്ടാണ് നമ്മളവിടെ പ്രവർത്തിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് അനേക അതായത് വിദ്യാഭ്യാസം പകരുന്നതിന് ഉപരിയായിട്ട് വളരെയധികം ഗവേഷണ പദ്ധതികൾ നമുക്കുണ്ട്. നല്ല ഫണ്ടുള്ള ഇൻഡിവിജ്വൽ പ്രോജക്റ്റ് ഏകദേശം 3.6 ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ഡോക്ടർ അലൻ തോമസ് നയിക്കുന്ന ആ പ്രോജക്റ്റിനാണെങ്കിൽ 14.8 crores ഒരു പ്രോജക്റ്റാണിത്. അതുണ്ട്. അത് പൊതുസമൂഹത്തിന് ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മളവിടെ ചെയ്യുന്നു. അപ്പോൾ അതുകൂടാതെ ഒരുപാട് വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഈ മീറ്റിംഗ് വിളിച്ചതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മൾ ചെയ്യുന്ന പേറ്റൻറ്റുകൾ നമുക്കാണെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കൊളാബറേഷൻസ് വിത്ത് ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു സാധാരണ ഈ വളരെ അപൂർവമാണ് പൊതുജനങ്ങൾ അറിയുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ നേരിടുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇത്രയും ആണെങ്കിൽ ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, വാട്ട് ഈസ് യുവർ ഔട്ട്പുട്ട് എന്നുള്ളത് ചോദിക്കുന്നു. നമ്മുടെ ഔട്ട്പുട്ട് ആണെങ്കിൽ അക്കമിട്ട് പറയാനായിട്ട് നമുക്ക് അനേക ഔട്ട്പുട്ടുകളുണ്ട് ഇവിടെ. അപ്പോൾ അതിനെയാണെങ്കിൽ ഒന്ന് ഷോക്കേസ് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് മീറ്റിംഗ് വിളിച്ചതെന്ന് പറയാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും അഭ്യർത്ഥിക്കാനായിട്ടാണ്. നമ്മുടെ നേട്ടങ്ങൾ, പൊതുസമൂഹത്തിനാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, നമ്മുടെ ശാസ്ത്രജ്ഞർ, ബാക്കി എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ഒന്ന് ജനങ്ങളിലേക്കാണെങ്കിൽ എത്തിക്കണം എന്നുള്ളത്. ബിക്കോസ് I don't need to tell you that for the wrong reasons we come into the limelight. എന്നാൽ കറക്റ്റായിട്ടുള്ള നല്ല ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ഒരു സാധനം ഒന്ന് ജസ്റ്റ് ഒന്ന് പകരാനായിട്ടാണെങ്കിൽ വളരെ വളരെ പ്രയാസമായിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾക്കറിയാതെ. അപ്പോൾ ഇപ്പോൾ ഈ സമയം തന്നെ എടുത്തതെന്ന് പറഞ്ഞാൽ, നേരത്തെ കുറച്ച് സമയമായിട്ടാണെങ്കിൽ നമ്മുടെ എലക്ഷൻ റിലേറ്റഡ് ആയിരുന്നു. ഇനിയും
വരുന്ന ആഴ്ച കഴിഞ്ഞാലും ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകൾക്കായിരിക്കും പ്രാമുഖ്യം കൊടുക്കേണ്ടത്, സ്വാഭാവികമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു കാര്യം പറയാൻ വേണ്ടിയായിരുന്നു ഞാൻ വന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞ രീതിയിൽ ഏറ്റവും നേട്ടം ഈ വർഷം കിട്ടിയിരിക്കുന്ന ഒന്നെന്ന് പറഞ്ഞാൽ കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക്, കർഫ് എന്ന് പറയും. അതിൽ അഗ്രി ആൻഡ് അലൈഡ് സെക്ടേഴ്സിൽ ഏറ്റവും നല്ല കോളേജായിട്ട് തിരഞ്ഞെടുത്തത് ഈ വെള്ളായണി കാർഷിക കോളേജാണ്. അതുകൂടാതെ ഈ കേരളത്തിൽ തന്നെ ISO സർട്ടിഫിക്കേഷൻ കിട്ടിയിരിക്കുന്ന ഏക കോളേജ് എന്ന് പറയുന്നത് നമ്മുടെ കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണിയാണ്. ഈ പ്രാവശ്യം നമ്മൾ വീണ്ടും അത് പുതുക്കാനായിട്ടുള്ള പ്രോസസ്സ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് ചെയ്യുകയും ചെയ്യും. അതിനനുസരിച്ചുള്ള യാർഡ് സ്റ്റിക്സ് ഉണ്ട്. ആ യാർഡ് സ്റ്റിക്സ് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ശാസ്ത്രജ്ഞരാണെങ്കിൽ കൊണ്ടുവരുന്ന പ്രോജക്ട്സ് മാത്രമല്ല, അവർ പബ്ലിഷ് ചെയ്യുന്ന പേപ്പേഴ്സ്, അതിൻ്റെ എല്ലാം കണക്ക് റെസ്പെക്റ്റഡ് മെമ്പേഴ്സിനാണെങ്കിൽ ഞാൻ സർക്കുലേറ്റ് ചെയ്ത നോട്ടിൻ്റെ അകത്ത് അത് പറഞ്ഞിട്ടുണ്ട്. മൈ ഹംബിൾ റിക്വസ്റ്റ് ഇസ് ദാറ്റ് നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു പ്രൊമോഷൻ നിങ്ങൾ തരണം. ലെറ്റ് us keep a better liaison together to project the actually the achievements that we what our achievements, so that it reaches the general public. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം അർബൻ അഗ്രികൾച്ചറിന് വേണ്ടി നമുക്കാണെങ്കിൽ അവിടെ നല്ലൊരു പ്രോജക്റ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആളുകളുടെ ആവശ്യത്തിനനുസരിച്ചാണെങ്കിൽ നമ്മളൊരു കൂട്ടായ്മയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. അതായത് അധ്യാപകർ, മറ്റ് ജീവനക്കാർ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ. ആൻഡ് ഐ ഓൾസോ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു നിങ്ങളെ എല്ലാവരും ഞാൻ പേഴ്സണലായിട്ട് ഇൻവൈറ്റ് ചെയ്യുവാണ്. ആ ക്യാമ്പസ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് വന്ന് കാണണം. ദർ ഈസ് എ പാലസ്, ഒരു പഴയ പാലസാണത്. ആ പാലസിൻ്റെ മോഡലിൽ ഉണ്ടാക്കിയ വേറെ കോളേജ് ബിൽഡിംഗ് ഉണ്ട്. ഞാൻ ഉൾപ്പെടെ ഉള്ളവരാണെങ്കിൽ പലവരും ഇവിടെ ഉള്ള ഒരു അലൂമിനിയാണ് അവിടുത്തെ നമ്മൾ പഠിച്ചിരുന്നത്. അതുകൂടാതെ ആണെങ്കിൽ അവിടെ ഒരു മണ്ഡപമുണ്ട്. എല്ലാം ഹെറിറ്റേജ് ബിൽഡിങ്സ് എന്ന് പറയുന്നതെല്ലാം. അതുകൂടാതെ നല്ല രീതിയിലുള്ള ഒരു അതിന് ചുറ്റിനുമുള്ള ഒരു ലേക്ക്, പിന്നെ സീനിക് ബ്യൂട്ടി. അപ്പോൾ ഒരിക്കൽ കൂടെ ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഈ അച്ചീവ്മെൻറ്റ്സ് ഒന്നൊന്നായിട്ട് നമ്മളാണെങ്കിൽ 1-2 ഒക്കെ വന്നിട്ടുണ്ട്. ഇനിയും അങ്ങോട്ട് നമ്മൾ തരുന്ന അച്ചീവ്മെൻറ്റ്സ് നിങ്ങളാണെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യണം. ഇറ്റ് ഈസ് എ വെരി ഹംബിൾ റിക്വസ്റ്റ്. ആൻഡ് ഐ ഓൾസോ ഇൻവൈറ്റ് യു ടു ദിസ് ക്യാമ്പസ്. ഇനിയും ഞാൻ തന്നിരിക്കുന്ന റൈറ്റ്, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ചോദിക്കാം. യെസ്, നമ്മളിപ്പം സാർ ചോദിച്ചതാണെങ്കിൽ വളരെ ഒരു നല്ല ക്വസ്റ്റ്യൻ. അതായത് ഒരു കർവ് റാങ്കിങ് നമ്മളാണെങ്കിൽ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതാണെങ്കിൽ നിലനിർത്തുക എന്നുള്ളതാണ്. പല യാർഡ് സ്റ്റിക്സ് ഉണ്ട്. അതിനെപ്പറ്റി വളരെ നന്നായിട്ടുള്ളൊരു ബോധം നമുക്കുള്ളതുകൊണ്ട് തന്നെ ആ യാർഡ് സ്റ്റിക്സ് മീറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ രീതിയിലും നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ വളരെയധികം ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പം ഏറ്റവും അവസാനം നടന്ന ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CBI എസ്റ്റാബ്ലിഷ്ഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ്. അതായത് കമ്പ്യൂട്ടറിൻ്റെ കോഴ്സ് നമ്മൾ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തു. വളരെ നല്ലൊരു ഫെസിലിറ്റി ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി. അതുകൂടാതെ ആണെങ്കിൽ നമ്മൾ പൈപ്പ് ലൈൻ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ, അതായത് എല്ലാ സംസ്ഥാനത്തിലും ഈ ഉൽപാദന ചെലവ് എത്രയാണ് ഒരു വിളയ്ക്കുള്ളത്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അത് നിർണ്ണയിക്കാനായിട്ടാണെങ്കിൽ ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി ആയിരുന്നു. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും കേരള കാർഷിക സർവകലാശാലയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ല, ഒരു സർവകലാശാല, കാർഷിക സർവകലാശാല ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഇപ്പം നമുക്കതാണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതാണെങ്കിൽ അടുത്തൊരു നമ്മുടെ ഒരു വലിയ നേട്ടമായിട്ടാണെങ്കിൽ വരും. ഇതുകൂടാതെ നമുക്കാണെങ്കിൽ നമ്മുടെ ന്യൂസ് ലെറ്റേഴ്സ് ആണെങ്കിൽ നമ്മുടെ ന്യൂസ് ലെറ്റർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ കോപ്പി ആണെങ്കിൽ നമ്മൾ once in 2 months ഡോക്ടർ അപർണ PRO ആണ് നമ്മുടെ, ഷീ വിൽ ബി സർക്കുലേറ്റിംഗ് ടു. അതല്ലാതെ കൈറ്റിൻ്റെ മേഖല, കൈറ്റ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിൽ ഒരുപാട് പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് അർബൻ ഡെവലപ്മെൻറ്റിൽ. ഇന്ന് തന്നെ ഞാനൊരു പ്രോജക്റ്റിൻ്റെ പ്രപ്പോസലാണെങ്കിൽ ജസ്റ്റ് ഇത് കഴിഞ്ഞാലാണെങ്കിൽ കൊടുക്കാൻ പോകുക. അർബൻ ഡെവലപ്മെൻറ്റിൻ്റെ ആണെങ്കിൽ ഇന്നത്തെ പട്ടണ രീതികളിലുള്ള പട്ടണ സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണെങ്കിൽ കൃഷി ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള പദ്ധതികൾ അനേകമാണെങ്കിൽ പൈപ്പ് ലൈനിലുണ്ട്. അത് തന്നെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഞാൻ നേരത്തെ വിട്ടുപോയൊരു കാര്യം, ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യത്തിൻ്റെ കൺസർവേഷൻ ഏറ്റവും നല്ല ഒരു സ്ഥാപനമായിട്ട് കിട്ടിയ അവാർഡ് നമുക്കാണ് കിട്ടിയത്. ഈ കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നാണെങ്കിൽ വാങ്ങിച്ചത് നമ്മളായിരുന്നു. പിന്നെ ഏറ്റവും നല്ല ആണെങ്കിൽ ഗ്രീൻ പ്രോട്ടോക്കോൾ, അതായത് ഹരിത മിഷൻ്റെ ഒക്കെ ആണെങ്കിൽ ഭാഗമായിട്ടാണെങ്കിൽ അസസ് ചെയ്തിരിക്കുന്ന ഗ്രീൻ പ്രോട്ടോക്കോൾ ഏറ്റവും നന്നായിട്ടാണെങ്കിൽ ഫോളോ ചെയ്യുന്ന ഒരു ക്യാമ്പസും നമ്മുടെയാണ്.
So if you come there, you can visibly, ഞാൻ വെറുതെ വാക്കാൽ പറയുന്നില്ല, you can visibly see that you are welcome there. അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ പറഞ്ഞ ആക്ടെക് ലോങ് പാഡിൽ നമുക്കാണെങ്കിൽ വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഒരു കൊളാബറേഷനും നമുക്കാണെങ്കിലുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ കുട്ടികളും നമ്മുടെ ഫാക്കൽറ്റി അങ്ങോട്ട് പോകാനും അന്യോന്യമാണെങ്കിൽ സഹകരിച്ചാണെങ്കിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു കൊളാബറേഷൻ, ദാറ്റ് ഇസ് എ ബിഗ് കൊളാബറേഷൻ. അത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നബാർഡും പ്രോജക്റ്റ് വന്നിരിക്കുന്നത്. അത് കൂടാതെ ഒരുപാട് കൊളാബറേഷൻസ് നമുക്കാണെങ്കിലുണ്ട്. CTCRI, പിന്നെ അതുപോലെ തന്നെയാണെങ്കിൽ നമ്മുടെ നെസ്റ്റ്, ഇവരുമായിട്ടൊക്കെ നമുക്ക് കൊളാബറേഷൻസ് ഉണ്ട്. ബാക്കി ഓരോ കമ്പനീസുമായിട്ടും ഒക്കെ ആണെങ്കിൽ റിസർച്ചിലും എഡ്യൂക്കേഷനിലും പിന്നെ എക്സ്റ്റൻഷനിലും ഉള്ള നല്ല രീതിയിലുള്ള കൊളാബറേഷൻസ് നമ്മളാണെങ്കിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഐ തിങ്ക് ഐ ആൻസർഡ് യുവർ ക്വസ്റ്റ്യൻ. ഇസ് ദർ എനിത്തിങ് എൽസ്? ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇവിടെ നമുക്കറിയാം എല്ലാ വർഷവും നമ്മൾ നടക്കുന്ന വസന്തോത്സവം, പൂക്കളുടെ ആണെങ്കിൽ ഒരു പ്രദർശനവും അതിനകത്ത്, അതായത് ഇറ്റ്സ് കോമ്പറ്റേറ്റീവ് രീതിയിൽ വരുമ്പോഴത്തേക്കും ഏറ്റവും അധികം ഓരോ കാറ്റഗറി ഉണ്ട്. ഏറ്റവും അധികം അവാർഡുകൾ കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിലാണ്. അത് ഇൻസ്ട്രക്ഷണൽ ഫാമിലി ഡോക്ടർ ഉഷയുടെയും അവിടെ തന്നെയുള്ള കൂടെയുള്ള സ്റ്റാഫിൻ്റെയും നേതൃത്വത്തിലാണ് നമുക്ക് കിട്ടിയത്. വൺ ഓഫ് ദ ഏറ്റവും അധികം അവാർഡുകൾ കിട്ടിയിരിക്കുന്നത് ഇതുവരെ ഇല്ലാത്ത പോലെ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റിയത് കേരള കാർഷിക സർവകലാശാലയുടെ ഈ വെള്ളായണി കാർഷിക കോളേജാണ്. 14.875 കോടി രൂപ തന്നിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, നബാർഡ്, വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റിയുടെ റൂറൽ ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്റർ എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മൾ തുടങ്ങി വെച്ചിട്ട് ഇപ്പോൾ 8 മാസമേ ആയുള്ളൂ. അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് 6 മാസം. ഫങ്ഷണൽ ആക്ടിവിറ്റി ഇതിനിടയിൽ തന്നെ ഞങ്ങൾക്ക് 14 സ്റ്റാർട്ടപ്സുകളെ ഞങ്ങൾക്ക് ഇൻക്യുബേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന AgTech ലോഞ്ച് പാഡ് എന്നാണ് അതിൻ്റെ പേര്. അത് വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റിയുമായി ചേർന്നുകൊണ്ടുള്ള ഒരു ആശയത്തിൽ നിന്നും നമ്മൾ സ്വരൂപിച്ചെടുത്തതാണ്. അപ്പം ഇതിനകത്തൊന്നുമില്ല, ഇത് വളരെയധികം എനിക്ക് തോന്നുന്നു പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിനൊരു വെബ്സൈറ്റ് ഉണ്ട്, KAgTechLaunchpad.com. അതിനകത്ത് കയറി ഏത് പബ്ലിക്കിനും, അതായത് ഈ കേരളത്തിലെ നാട്ടിലുള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്തുള്ള ആർക്കും കൃഷിയും ഗ്രാമവികസനവുമായി ബന്ധപ്പെട്ട് എന്ത് ഐഡിയ ഉണ്ടെങ്കിലും അവർക്ക് അതിൽ സമർപ്പിക്കാം. എന്നിട്ട് ആ ഐഡിയ സമർപ്പിക്കുമ്പോൾ നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെടുക. എല്ലാ ശനിയാഴ്ചയും അവർക്ക് അവിടെ വന്ന് അവർക്ക് ഐഡിയ പിച്ചിങ് ചെയ്യാം. അപ്പോൾ ഐഡിയ പിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 സ്ലൈഡ് അവരുടെ ആശയങ്ങൾ അവർ അവതരിപ്പിക്കുക. ആ ആശയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഒരു എക്സ്പേർട്ട് പാനൽ അത് വെറ്റ് ചെയ്തിട്ട് അത് നല്ലതാണെങ്കിൽ അവർക്ക് സാമ്പത്തിക സഹായം തൊട്ട് ടെക്നോളജി സപ്പോർട്ട് തൊട്ട് ഇൻക്യുബേഷൻ ഫെസിലിറ്റി, ഇൻക്യുബേഷൻ സ്പേസ് സഹിതം നമ്മൾ അവർക്ക് നൽകുന്നതാണ്. അപ്പം അടുത്ത 5 വർഷത്തിനിടയിൽ 350 സ്റ്റാർട്ടപ്പുകൾ ഗ്രാജുവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റാണ് റൂറൽ ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്റർ AgTech ലോഞ്ച് പാഡ്. കഴിഞ്ഞാൽ ഈ വന്യമൃഗ മനുഷ്യ സംഘർഷത്തിൻ്റെ മേഖലകളിൽ ഒരു എക്യുപ്മെൻ്റ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ടാൻയോ. അതൊരു ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിൽ സൗണ്ടുകളും വേവ്സ് റേഡിയേഷൻസും കൊടുക്കുന്നതാണ്. അപ്പം അത് ഒരു പ്ലോട്ടിൽ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ, ഒരു 1.5-2 ഏക്കർ പ്ലോട്ടിൽ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ ആ മേഖലയിലേക്ക് ആന, ബോർ ഇതൊന്നും വരത്തില്ല. അതവർ വന്ന് അവിടെ വന്ന് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. അത് നല്ല ഐഡിയ ആണ്, അത് വളരെ അക്സെപ്റ്റബിലിറ്റി കിട്ടി. ഇനി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറുമായിട്ട് ചേർന്ന് ഒരു മീറ്റിംഗ് വെച്ച് അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള, അപ്പോൾ അങ്ങനത്തെ പലതരത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾ വന്നിട്ടുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ 8ഓളം സ്റ്റാർട്ടപ്പുകളെ ഇൻക്യുബേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ സെൻറ്റർ ഫോർ മറ്റേ അർബൻ അഗ്രികൾച്ചർ എന്നുള്ള രീതിയിൽ കൈറ്റിൻ്റെ നമ്മുടെ അവിടെ യൂണിറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ് ഇനീഷ്യേറ്റ് ചെയ്ത ഒരു നവകേരള അർബൻ പോളിസി. അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവാണ് നമ്മളിപ്പോൾ ആ പ്രോജക്റ്റ് ചെയ്യാൻ പറഞ്ഞത്. പുതിയതായിട്ട് നമ്മളാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ഫോർ ദി അർബൻ പോപ്പുലേഷൻ. ഇത് കൂടാതെ ഞാൻ പറഞ്ഞ അവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ അറിയാം നമുക്ക്, കാരണം ഒരുപാടാണെങ്കിൽ CSR മറ്റേ സപ്പോർട്ട് വരുന്നുണ്ട് നമുക്കാണെങ്കിൽ. അതിൻ്റെ എല്ലാം നോക്കുന്നത് ഡോക്ടർ ആലനാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും അവസാനം നിങ്ങളവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമ്പസിൻ്റെ അകത്ത് വരുമ്പം നമുക്ക് ഇലക്ട്രിക് ബഗി ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ എങ്ങും തന്നെ ഇല്ലാത്ത ഒരെണ്ണമാണ്. എൻറ്റയർലി വിത്ത് ദി ഫണ്ടിങ് ഓഫ് ദി നബാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് ബഗി ഉള്ളത്. ആൻഡ് വി ഹാവ് എ വെരി ഗുഡ് PTA, വെരി ഗുഡ് അലുമിനി അസോസിയേഷൻ. നമ്മൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സപ്പോർട്ട് നമ്മുടെ അലുമിനി അസോസിയേഷൻ, ഈ നമ്മൾ തന്നെ ഉൾപ്പെടെ ഉള്ളവരാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന എല്ലാ രീതിയിലും ആണെങ്കിൽ പഠിക്കാൻ
സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ നമ്മളാണെങ്കിൽ അത് സഹായം ചെയ്യുന്നുണ്ട്. നമ്മുടെ നല്ല എക്സലൻ്റ് ഒരു PTA പാരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഉണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ആ കമ്പ്യൂട്ടർ സയൻസ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിച്ചപ്പോൾ ഒരു 7.5 ലക്ഷം രൂപ നമ്മുടെ PTA ഫണ്ടാണ് അവർ തന്നിരിക്കുന്നത്, അവരന്വേഷിച്ചിരിക്കുന്നത്. അതുപോലെ ഓരോ ഹോസ്റ്റലിലുകൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, വാട്ടർ പ്യൂരിഫയർ, കൂളേഴ്സ്, ബാക്കി ഓരോരോ കാര്യങ്ങൾ ഒന്നൊന്നായിട്ടാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മളാണെങ്കിൽ ഇപ്പോൾ ഈ സ്നേക്കിൻ്റെ ഒരു പ്രോബ്ലം വന്നു നമ്മുടെ ക്യാമ്പസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ സ്നേക്കിനാണെങ്കിൽ സ്നേക്സ് ഉണ്ട്, പക്ഷേ എന്നാൽ അതിൻ്റെ അകത്ത് അതിനെ എങ്ങനെയാണ് ഒന്ന് ആ കംപ്ലീറ്റ് സറൗണ്ടിങ്സും ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ അവിടുത്തെ എല്ലാ ഹോസ്റ്റലിലെ അസിസ്റ്റൻറ്റ് വാർഡൻസും നല്ല ഇനീഷ്യേറ്റീവ് ആണെങ്കിൽ ചെയ്യുന്നുണ്ട്. ഞാനത് ആഡ് ചെയ്തതേ ഉള്ളൂ. ഇതും കൂടെ ഉന്നമനത്തിന് വേണ്ടി കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു മോഡല് ഒരു പ്രോജക്റ്റ് നടക്കുന്നതും വെള്ളായണി കാർഷിക കോളേജിലാണ്. വിജ്ഞാന വ്യാപന വിഭാഗത്തിൻ്റെ കീഴിലാണ് നടക്കുന്നത്. അതിൻ്റെ പേര് ഐക്കോഡൈസ് പ്രോജക്റ്റ് എന്നാണ്. ഇൻ്റർനാഷണൽ ഡിജിറ്റൽ കണക്റ്റഡ് ക്ലാസ് റൂംസ് എന്ന് പറയും. അതായത് ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഒരു സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് വിദ്യാർത്ഥികളും ജർമ്മനിയിലിരിക്കുന്ന സെലക്റ്റഡ് ഗ്രൂപ്പ് വിദ്യാർത്ഥികളും തമ്മിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സ് പ്രോഗ്രാമാണ്. അപ്പം ജർമ്മനിയിൽ നടക്കുന്ന പഠനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇവിടുത്തെ കുട്ടികൾ അറിയുകയും ഇവിടെ നടക്കുന്ന ഗവേഷണങ്ങളും മറ്റുള്ള കാര്യങ്ങൾ അവരറിയുകയും അങ്ങനെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു കേരള കാർഷിക സർവകലാശാലയിൽ വെള്ളായണി കാർഷിക കോളേജിലാണ് അത് നടക്കുന്നത്. അതും കൂടെ പറയാം. ഇവിടെ അല്ല, ഏത് വേറെ ജില്ലയിലും ആണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ തോട്ടത്തിലൊരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം നമ്മളാണെങ്കിൽ അവിടെ നമ്മുടെ ഒരു ടീമാണെങ്കിൽ വന്ന് അത് പരിശോധിച്ചാണെങ്കിൽ അതിൻ്റെ ഒരു പരിഹാര മാർഗ്ഗം നിങ്ങൾക്ക് പറഞ്ഞു തരും. വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. വി ഹാവ് സംതിങ് നോൺ ആസ് ബ്ലോക്ക് ലെവൽ അഗ്രികൾച്ചർ നോളജ് സെൻറ്റേഴ്സ്. അതായത് ഓരോ ബ്ലോക്കിൽ നമ്മുടെ ഓരോ ശാസ്ത്രജ്ഞരെ നമ്മളാണെങ്കിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അവർ നിങ്ങളൊരു കാര്യം ഇപ്പം തന്നെ ഈ സംസ്ഥാനത്തിൻ്റെ പല പ്രോജക്ട്സും ഫാം പ്ലാൻ ബേസ്ഡ് പ്രൊഡക്ഷൻ പ്രോഗ്രാം അതല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതിൻ്റെ അപ്രൂവൽ കൊടുക്കേണ്ട കമ്മിറ്റിയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്നിക്കൽ അപ്രൂവൽ നമ്മുടെ ശാസ്ത്രജ്ഞരാണ്. വേറെ ഒരുപാട് കമ്മിറ്റിയിൽ സമസ്ത മേഖലയിലാണെങ്കിൽ നമ്മുടെ ആളുകളാണെങ്കിൽ പങ്കെടുക്കുന്നുണ്ട്, ശാസ്ത്രജ്ഞർ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് ഇവൻ ബിക്കം റെക്കഗ്നൈസ്ഡ് എനിവെയർ എന്നുള്ളൊരു കാര്യം ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. പിന്നെ മാനേജിൻ്റെ ഫണ്ടഡ് ആയിട്ടുള്ളതാണെങ്കിൽ അഗ്രി ക്ലിനിക്, അഗ്രി ബിസിനസ് അങ്ങനെ ഉള്ള പ്രോഗ്രാംസും നമ്മളാണെങ്കിൽ മാനേജ് എന്ന് പറഞ്ഞാൽ ഹൈദരാബാദിലുള്ള അവരുമായിട്ടാണെങ്കിലുള്ള ഒരു കൊളാബറേഷനിൽ നമ്മളത് ചെയ്യുന്നുണ്ട്.